ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ വരയും വരിയും എന്ന പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. വരയും വരിയും. വര എന്ന് പറഞ്ഞാൽ നമ്മൾ വരക്കുന്നത് അല്ലേ, വരി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂ നിൽക്കുന്നത്. നിങ്ങൾ ചിത്രം വരക്കാറുണ്ടല്ലോ. ചിത്രം വരയ്ക്ക് മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ചിത്രം ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. വരകളും വർണ്ണനകളും ചേർന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു, ആഹ്ലാദിപ്പിക്കുന്നു. പറഞ്ഞോ എഴുതിയോ വിശദീകരിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും പകർന്നു തരാൻ ചിത്രങ്ങൾക്ക് കഴിയും. ചിത്രകലയിൽ വ്യത്യസ്തമായ നിരവധി വിഭാഗങ്ങളും ശൈലികളുമുണ്ട്. രേഖാചിത്രങ്ങൾ അവയിലൊന്നാണ്. വരകൾ കൊണ്ട് മാത്രം ഒരു കാഴ്ചയെ ആവിഷ്കരിക്കുന്ന രീതിയാണ് രേഖാചിത്രങ്ങളുടേത്. രേഖാചിത്രങ്ങളും ചെറു കുറിപ്പുകളും ചേർന്ന ചില യാത്രാനുഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ രേഖാചിത്രത്തെ കുറിച്ചിട്ടും അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ 1861 ബേപ്പൂരിൽ നിന്ന് ആദ്യമായി ആവി വണ്ടി ഓടിത്തുടങ്ങിയതിനെ അടിസ്ഥാനമാക്കിയ ഈ വിവരണം വായിക്കൂ. അപ്പോൾ അവിടെ രേഖാചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വിവരണവും കൊടുത്തിട്ടുണ്ട്. അന്നേരം ഒരു ഭയങ്കരമായ ശബ്ദം മലയാളക്കരയിൽ കേൾക്കാറായി. കറുത്ത പുകപടലം അന്തരീക്ഷത്തെ മൂടിയും പൊടിപടലങ്ങളെ ഭൂമിയിൽ നിന്നിളക്കിയും ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അതിശയിപ്പിക്കുന്ന ഹുങ്കാരം കേട്ട് നായ്ക്കൾ വാലും ചുരുട്ടി വരാൻ പോകുന്നത് എന്തെന്നറിയാതെ മൂങ്ങിക്കൊണ്ടിരിക്കുന്നു. കോഴികൾ നാലുപാടും ചിതറിപ്പറന്നു. വേലികളൊന്നുമില്ലാത്തതിനാൽ ചില്ലവ ആ ഘോരാഘോഷത്തിനടുത്തേക്ക് തന്നെ കുതിച്ചു. പക്ഷികൾ പല പല ശബ്ദാരവങ്ങളിലൂടെ കാട്ടിലേക്ക് പറന്നു. ഒരു സാങ്കല്പിക വിവരണ രേഖ ബാലഭാസ്കരൻ എഴുതിയതാണ്. ഓക്കെ, പാരു ആ ഒരു രേഖാചിത്രത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ വിവരണം കൊടുത്തിട്ടുള്ളത്. അടുത്തത് അബു എബ്രഹാം കാശ്മീർ കാഴ്ചകളെ ഇങ്ങനെ ചിത്രീകരിക്കുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ചിത്രീകരണമാണ്. മഞ്ഞിന്റെ കട്ടിപ്പുതപ്പ് പുതച്ചു കിടക്കുകയാണ് കാശ്മീർ ഈ സമയം. ആണ്ടിൽ 6 മാസവും കാശ്മീരികൾ മിക്കവാറും വീടിനകത്തു തന്നെ തങ്ങുന്നു. ഇക്കാലമാണ് അവർ അനുപമ സുന്ദരമായ കമ്പളങ്ങളും ചിത്രത്തുന്നലുകളുമുള്ള ഉത്തരീയങ്ങളും നാനാതരം കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നത്. വസന്തം വരുന്നതോടെ പൊടുന്നനെ മഞ്ഞുരുകുന്നു. കൊച്ചരുവികൾ ഒഴുകാനും തുടങ്ങുകയും ചെമ്മരിയാടുകൾ കുഞ്ഞാടുകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്യുന്നു. അബുവിൻ്റെ ഭാരത ദർശനം അബ്രഹാമിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രേഖാചിത്രവും അതിൻ്റെ വിശദീകരണവും എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് 2-3 പ്രവർത്തനങ്ങളാണുള്ളത്. നമുക്ക് എന്തായാലും പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ചിത്രങ്ങളെ കുറിച്ച് പറയാം എന്നുള്ളതാണ്. 2 ചിത്രകാരരുടെ യാത്രാനുഭവങ്ങളാണ് ചിത്രമായും എഴുത്തായും കൊടുത്തിരിക്കുന്നത്. എഴുതിയതിനേക്കാൾ കൂടുതലായി ഈ രേഖാചിത്രങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? നേരിട്ട് തന്നെ കാഴ്ചകളെ മുന്നിൽ കൊണ്ടുവരികയാണ് രേഖാചിത്രം ചെയ്യുന്നത്. എഴുത്തു വായിച്ചാൽ മാത്രമേ മനസ്സിൽ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാനാവൂ. സംഭവത്തിൻ്റെ ഭാവവും അന്തരീക്ഷവും അന്നത്തെ വികാരങ്ങളും ചിത്രത്തിലൂടെ കൂടുതൽ വ്യക്തമായി അനുഭവിക്കാനാവും. എഴുത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ചെറിയ കാര്യങ്ങളും രേഖാചിത്രത്തിൽ കാണാൻ കഴിയും. വരയിലൂടെയും വരിയിലൂടെയും ആ രംഗത്തെ വളരെ മനോഹരമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം യാത്രാനുഭവങ്ങൾ രസകരമാക്കാം എന്നുള്ളതാണ്. ക്ലാസ് മുറിയുടെ പുറത്തേക്കൊരു യാത്ര പോകാം. മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ വരയ്ക്കുകയും എഴുതുകയും ചെയ്യുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് എഴുതിത്തരാം, നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ വേണമെങ്കിൽ എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് എഴുതി അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം കൂടെ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇന്ന് ഞാനൊരു യാത്ര പോയി. ഇത്തിരി ദൂരത്തേക്ക് ബസ്സിലായിരുന്നു യാത്ര. തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട ഒരു പാവം പിടിച്ചവളെ പോലെ ഞാൻ സൈഡ് സീറ്റിൽ ഇരുന്നു. വിയർപ്പ് തുള്ളികൾ മുഖത്തിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട്. ഹൗ, എന്തൊരു ചൂട്! മനസ്സിൽ പതിയെ പതിയെ പറഞ്ഞു. ഒരു ഇല പോലും അനങ്ങുന്നില്ലല്ലോ എന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് തൊട്ടടുത്ത സ്കൂളിലെ കുട്ടികൾ വരിയിൽ നിൽക്കുന്നത് കണ്ടത്. അവരും വിയർത്ത് ആകെ വല്ലാത്തൊരു പരവേശമായിട്ടുണ്ട്. കയ്യിൽ പിടിച്ചിരുന്ന 10 രൂപയുടെ നോട്ട് വിയർപ്പ് മൂലം കയ്യിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. കണ്ടക്ടറുടെ പുഞ്ചിരി കണ്ടപ്പോൾ ആ നോട്ട് അയാൾക്ക് കൈമാറി. ചുട്ടുപൊള്ളുന്ന ബസ്സിൻ്റെ ആ കമ്പിയിൽ പതിയെ തലവെച്ച് ചെറിയ കാറ്റിനായി ഞാൻ കൊതിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം രസകരമായിട്ട് എഴുതാവുന്നതുമാണ്. അടുത്ത പ്രവർത്തനം ഫോട്ടോ ചിത്ര പ്രദർശനം എന്നുള്ളതാണ്. നിങ്ങൾ വരച്ച ചിത്രങ്ങളും നേരത്തെ മൊബൈൽ ക്യാമറയിലൂടെ ചിത്രങ്ങളും ചേർത്ത്
ക്യാമറയിലെടുത്ത് ചിത്രങ്ങളും ചേർത്ത് ക്ലാസ്സിൽ ഒരു പ്രദർശനം നടത്തും. പ്രദർശനം കാണാൻ നിങ്ങൾ ആരെയെല്ലാം ക്ഷണിക്കും? ക്ലാസ്സിലെ ഫോട്ടോ ചിത്ര പ്രദർശനത്തെക്കുറിച്ച് ഒരു നോട്ടീസ് തയ്യാറാക്കൂ. പ്രദർശനത്തിന് ശേഷം അതിനെക്കുറിച്ച് ഒരു വാർത്ത തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുമല്ലോ. അപ്പോൾ നമുക്കിവിടെ 2 പ്രവർത്തനമാണുള്ളത്. ഒന്ന് നോട്ടീസ് തയ്യാറാക്കുക, മറ്റൊന്ന് ഒരു പത്രവാർത്ത തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ഇത് ഈ പാഠഭാഗത്തിലെ അവസാനത്തെ പ്രവർത്തനം കൂടെയാണ്. ആദ്യം നമുക്കൊരു നോട്ടീസ് എഴുതാം. ഗവൺമെൻറ് UP സ്കൂൾ കാടൂർ ഫോട്ടോ ചിത്ര പ്രദർശനം 2025 ഒക്ടോബർ 18 സ്കൂൾ ഹാളിൽ. ഗവൺമെൻറ് UP സ്കൂൾ കാടൂരിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവരുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിത്രീകരിച്ച പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞ മൊബൈൽ ഫോട്ടോകളുടെയും വരച്ച ചിത്രങ്ങളുടെയും പ്രദർശനം ഒക്ടോബർ 18 വ്യാഴാഴ്ച നടക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ജാഫർ കാടൂർ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനും പ്രദർശനം കാണാനും രക്ഷിതാക്കളെയും മുഴുവൻ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മായ, PTA പ്രസിഡന്റ്. ഇനി നമുക്ക് കുറച്ച് കാര്യപരിപാടികൾ കൂടെ എഴുതണം. അപ്പോൾ ഇതിന് താഴെയായിട്ട് തന്നെ കാര്യപരിപാടികൾ എന്ന് എഴുതി കൊടുക്കാം. സ്വാഗതം ഓമന ഹെഡ് മിസ്ട്രസ്, അധ്യക്ഷത മായ മലയാളം അധ്യാപിക, ഉദ്ഘാടനം ജാഫർ കാടൂർ പ്രശസ്ത ഫോട്ടോഗ്രാഫർ, ആശംസ മായ PTA പ്രസിഡന്റ്, നന്ദി ബിനു മോഹൻ സ്കൂൾ ലീഡർ, ഏവർക്കും സ്വാഗതം എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഇനി അടുത്തത് നമുക്ക് എന്ത് വേണം? ഇതിലെ ഒരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ പത്രവാർത്ത കൂടെ തയ്യാറാക്കണം അല്ലേ? അപ്പോൾ അതും കൂടെ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ അതിനാദ്യം നമ്മൾ തലക്കെട്ട് കൊടുക്കണം. വിജയകരമായ കുട്ടികളുടെ ചിത്ര പ്രദർശനം. കാടൂർ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് UP സ്കൂൾ കാടൂരിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മൊബൈൽ ഫോട്ടോകളുടെയും പ്രദർശനം ഫോട്ടോഗ്രാഫർ ജാഫർ കാടൂർ ഉദ്ഘാടനം ചെയ്തു. മനോഹരങ്ങളായ പ്രകൃതി ദൃശ്യങ്ങൾ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പകർത്തിയവയായിരുന്നു മികച്ചു നിന്നത്. ക്ലാസ്സിൽ തന്നെ കുട്ടികൾ വരച്ച ചിത്രങ്ങളും പ്രദർശനത്തിലെ മുഖ്യ ആകർഷണമായിരുന്നു. PTA പ്രസിഡന്റ് മായ ആശംസകൾ അറിയിച്ചു. സംസാരിക്കുകയും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഓമന സ്വാഗതം പ്രസംഗം നടത്തുകയും ചെയ്തു. കുട്ടികളുടെ ഇത്തരത്തിലുള്ള സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും വേണമെന്ന് ഉദ്ഘാടന വേളയിൽ ജാഫർ കാടൂര് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു പത്രവാർത്ത റിപ്പോർട്ട് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൻ്റെ പേരോ എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഹെഡിങ് വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. പക്ഷേ ഏകദേശം ഈ രീതിയിൽ വേണം നിങ്ങൾ തയ്യാറാക്കാൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ തൊട്ടടുത്തുള്ള പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചലനചിത്രമായ മീനും ഞാനും എന്നുള്ളതാണ്. നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.